നമസ്കാരം. ചലച്ചിത്ര മിമിക്രി താരം കലാഭവൻ നവാസിന്റെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ ഞെട്ടലിലാണ് മലയാളികൾ. ഹൃദയാഘാതമെന്ന വിലയിരുത്തൽ ശക്തമാണ്. 25 ദിവസം താമസിച്ച ഹോട്ടലിലാണ് തളർന്നു വീണത്. ചോറ്റാനിക്കരയിൽ പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങാനിരിക്കെയാണ് മരണം സംഭവിച്ചത്. മൃതദേഹം ചോറ്റാനിക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പോസ്റ്റ്മോർട്ടം നടത്തും. മരണവിവരമറിഞ്ഞ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേരാണ് ആശുപത്രികളിലേക്ക് എത്തുന്നത്. റൂം വെക്കേറ്റ് ചെയ്യാനുള്ള സമയമായിട്ടും നവാസിനെ പുറത്തേക്ക് കണ്ടിരുന്നില്ല. ഈയൊരു സമയത്താണ് ആളുകൾ അന്വേഷിച്ചെത്തിയത്. ആ സമയമാണ് മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടത്. അദ്ദേഹത്തിന്റെ ബെഡിൽ സോപ്പ്, അതുപോലെ തോർത്ത് പോലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പോവാനുള്ള സാധനങ്ങളെല്ലാം തന്നെ പാക്ക് ചെയ്തു വെച്ചിരുന്നു. അതേസമയം കലാകുടുംബമായിരുന്നു നവാസിൻ്റേത്. അച്ഛൻ അബൂബക്കർ നടനായിരുന്നു. സഹോദരൻ കലാഭവൻ നിയാസും സജീവ സിനിമാക്കാരനാണ്. ഭാര്യ രഹ്നയും സീരിയലിലും സിനിമയിലും അഭിനയിക്കാറുണ്ടായിരുന്നു. 8 മണിയോടെ ചെക്കൗട്ട് ചെയ്യുമെന്ന് ഹോട്ടലിൽ പറഞ്ഞിട്ടും 8:30 കഴിഞ്ഞിട്ടും കാണാതായതോടെ മുറി തുറന്നു നോക്കുമ്പോഴാണ് കട്ടിലിൽ മരിച്ച നിലയിൽ കണ്ടത്. സോപ്പും ടവലും മാറാനുള്ള വസ്ത്രങ്ങളും കിടക്കയിലുണ്ടായിരുന്നു. കുളിക്കാനുള്ള ഒരുക്കത്തിനിടെ ഹൃദയാഘാതമുണ്ടായി എന്നാണ് കരുതുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണത്തിൽ സ്ഥിരീകരണമുണ്ടാവുകയുള്ളൂ. വാത്സല്യം സിനിമയിലെ ഓരോ കഥാപാത്രങ്ങളും മലയാളികൾക്കേറെ പ്രിയപ്പെട്ടതാണ്. പ്രത്യേകിച്ചും മമ്മൂട്ടിയുടെ കുഞ്ഞമ്മാവന്റെ കഥാപാത്രം. ആവേശം അനശ്വരമാക്കിയ അബൂബക്കർ എന്ന നടന്റെ മകനാണ് നവാസ്. വടക്കാഞ്ചേരി എങ്കക്കാട് വടകര വീരാരുവിന്റെ മകനായ അബൂബക്കർ അവിടുത്തെ നാടൻ കലാസമിതികളിലൂടെയാണ് കലാരംഗത്തേക്ക് കടന്നു വന്നത്. 1968 പോക്കറ്റ് ലാം എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം മികച്ച ഹാസ്യ നടനുള്ള അവാർഡ് ഏറ്റുവാങ്ങിയത്. നിരവധി അവസരങ്ങൾ പിന്നീട് അബൂബക്കറെ തേടിയെത്തി. ചങ്ങനാശ്ശേരി ഗീത നാടക സമിതിയിൽ 7 വർഷം പ്രവർത്തിച്ചു. പിന്നീട് കോട്ടയം നാഷണൽ തിയേറ്ററിലേക്ക്. സുഹൃത്തും സ്വന്തം നാട്ടുകാരനുമായ സംവിധായകൻ ഭരതനാണ് അബൂബക്കറിനെ സിനിമയിൽ എത്തിക്കുന്നത്. രാമു കാര്യാട്ടിന്റെ ദ്വീപ്, അഗ്നി, കേളി, വളയം, വാത്സല്യം, ഭൂമി, ഗീതം, സല്ലാപം തുടങ്ങിയ ഒരുപിടി ചിത്രങ്ങൾ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ലഭിക്കുന്ന പ്രത്യേക വേഷങ്ങളിലൂടെ അദ്ദേഹം പ്രേക്ഷകരുടെ ഇഷ്ട നടനായി. എന്തായാലും ആ അച്ഛന്റെ വഴിയെ തന്നെയാണ് മകൻ നവാസും കലാരംഗത്തെത്തിയത്. മിമിക്രിയിലൂടെ സജീവമായി. കലാഭവനിൽ എത്തിയതോടെ പാട്ടും ഭാവാഭിനയവുമായി കീർത്തി നേടി. നടി ഫിലോമിനയുടെ ശബ്ദാനുകരണം നവാസിനെ താരമാക്കി. സ്ത്രീ ശബ്ദത്തിലെ പാട്ടുകളും വേദികളിൽ അവതരിപ്പിച്ച് കയ്യടി നേടാൻ നവാസിന് കഴിഞ്ഞു. എന്തായാലും ഒരുപിടി നല്ല ചിത്രങ്ങളൊക്കെ ചെയ്ത നവാസ് ഒരിടവേള എടുത്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പിന്നീട് മികച്ച ചിത്രങ്ങളിലൂടെ മികച്ച കഥാപാത്രങ്ങളുമായി തിരിച്ചെത്താൻ തുടങ്ങിയത്. ഈ ഒരു സമയത്ത് തന്നെയാണ് നവാസിന്റെ അപ്രതീക്ഷിത വിടവാങ്ങൽ ഉണ്ടായിരിക്കുന്നത്. അത് തന്നെയാണ് എല്ലാവരെയും ഞെട്ടിച്ച കാര്യം. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് നവാസിനെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്.